അപ്പോൾ ഇതാണ് ഐറ്റം മൾട്ടി ഗ്രിപ്പ് പുഷപ്പ് ബോർഡ്. ഞാനിത് ഏകദേശം 6 മാസം മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. 6 മാസം യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും ജിമ്മിന് പകരമാണെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസിന് പകരമാണെന്നോ ഞാൻ പറയുന്നില്ല. അത്യാവശ്യം എന്താ പറയുക, ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക്, അതായത് ജിമ്മിൽ പോകാൻ സാഹചര്യം ഇല്ലാത്തവർക്ക്, സ്റ്റുഡൻസിന്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഹോം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം മാത്രമാണ്. ഞാനിത് വാങ്ങിക്കുന്നത് 6 മാസം മുന്നെയാണ് വാങ്ങിക്കുന്നത്. ഏകദേശം 270 രൂപയാണ് അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ വില ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 250 രൂപ. ഞാൻ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം June 3, ഇന്ന് അതിന്റെ റേറ്റ് ഫ്ലിപ്കാർട്ടിലുള്ളത് 250 രൂപയാണ്. ഫോൾഡ് ചെയ്തായിരിക്കും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരിക. ഈ 2 ഹാൻഡിൽ ഉണ്ടാവും, ഈ ഒരു ബോക്സ് ഉണ്ടാവും, ഈ ബോർഡും 2 ഹാൻഡിലും ഇങ്ങനെയായിരിക്കും വരിക. പിന്നീട് ഒരു പാക്കറ്റിൽ എക്സ്ട്രാ ഒരു ഐറ്റം വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിലുള്ള ഗ്രിപ്സ് ഉണ്ട്, കുറച്ച് റബ്ബർ ഗ്രിപ്സ് ഉണ്ട്. ഇത് സെപ്പറേറ്റഡ് ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ 3 ഐറ്റം ആയിരിക്കും ബോക്സിൽ ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഇത് ഓപ്പൺ ചെയ്യുക, ഗ്രിപ്സ് ബാക്കിൽ അറ്റാച്ച് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയാനാണ് മെയിനായിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു. ഞാൻ ഈ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച സമയത്ത് ഈ സാധനം പോക്കാണ്, അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും, അങ്ങനെ ഒരു അഭിപ്രായം കേട്ടിരുന്നു. പക്ഷെ ഈ സാധനം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാൻ 6 മാസം യൂസ് ചെയ്തല്ലോ. ഈ 6 മാസം യൂസ് ചെയ്ത് ഞാൻ പറയുകയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതുവരെ മാർക്കൊന്നും പോയിട്ടില്ല. ഓരോ മാർക്കിംഗ് ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾക്കും പ്രത്യേകിച്ച് യാതൊരുവിധ കുഴപ്പവും വന്നിട്ടില്ല. ക്വാളിറ്റിയെ പറ്റി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഈ പിടിയൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഹാർഡായിട്ടുണ്ട്. ആകെ ഒരു ഇച്ചിരി മോശം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമെന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും അതും കുഴപ്പമില്ല. ഇനി വർക്കൗട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ എഴുതിയേക്കുന്നത് കാണാമല്ലോ, ബാക്ക്, ഷോൾഡർ, ട്രൈസെപ്സ്, ചെസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 4 മസിൽസിന് നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമുക്കൊരിക്കലും ജിമ്മിന് പകരമാവില്ല. പെക്ടോറൽസ് മേജർ മസിലിനായിരിക്കും ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ കിട്ടുക. ഓക്കെ, അതിനുശേഷം പിന്നൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് അത്യാവശ്യം ഷേപ്പ് ആവാനായിട്ട് ഈ പുഷപ്പ് ബോർഡ് ഓക്കെയാണ്. ഷോൾഡറിലെ എല്ലാ മസിൽ ഗ്രൂപ്പിനും ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിട്ടവർക്ക് എന്തായാലും അറിയായിരിക്കും ഷോൾഡർ മസിൽസിനെ പറ്റിയിട്ട്. ആന്റീരിയർ ഡെൽറ്റോയിഡിന് മാത്രമായിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുക. ബാക്കി മസിൽസിനൊക്കെ ചെറിയൊരു ഇത് മാത്രമേ കിട്ടുള്ളൂ. ട്രൈസെപ്സിന് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാര്യമായിട്ട് ഞാൻ പറയാം, ട്രൈസെപ്സ് മസിൽസിന് അത്യാവശ്യം ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ട്രൈസെപ്സിന്. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളതാണ് ബാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും ബാക്ക് മസിൽസിന് ഇത് പോരാ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ബാക്ക് മസിൽസിനുള്ള പ്രോപ്പർ വർക്കൗട്ടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ഇത് എപ്പോഴും ഒരു പുഷപ്പ് വർക്കൗട്ടാണ്. അപ്പോൾ ബാക്ക് മസിൽസിന് വേണ്ടതാണ് പുള്ളിങ് ആണ് വേണ്ടത്, ഇത് പുഷിങ് ആണ്. പുള്ളിങ് വർക്കൗട്ട് ഉണ്ടെങ്കിൽ ബാക്ക് മസിൽസിന് കിട്ടും, അതായത് ലാറ്റിസിമസ് ഡോർസി എന്ന് പറയുന്ന മസിൽസിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് എന്താ ചെയ്യാം, ജസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമാണ് നമുക്ക് ബാക്ക് മസിൽസിന് കൊടുക്കാൻ പറ്റുന്നത്. ബാക്ക് മസിലിന് ഏറ്റവും നല്ലത്, നമ്മൾ ഹോം വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പുള്ളപ്പാണ് ഏറ്റവും നല്ലത്. പുള്ളപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരിക്കലും ബാക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വിചാരിക്കരുത്. കാര്യം ബാക്ക് മസിൽസിന് ഒരിക്കലും ഇതിന്ന് കിട്ടില്ല. പിന്നെ കൂടുതലും കിട്ടുക എന്ന് പറയുന്നത് സെറാറ്റസ് ആന്റീരിയർ, അതായത് നമ്മുടെ റിബ്സിന് ചുറ്റുമുള്ള മസിൽസിന് മാത്രമായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ബാക്ക് എന്ന് പറയുന്ന പൊസിഷൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ചെസ്റ്റിന് പറ്റും, ട്രൈസെപ്സിന് പറ്റും, ഷോൾഡറിന് തന്നെ ആന്റിയർ ഡെൽറ്റോയിഡിന് പറ്റും. ബാക്കിന്റെ കാര്യത്തിൽ നമുക്ക് പുള്ളപ്പ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇനി വന്നിട്ടുള്ളത് ഇതിനകത്ത് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. മാർക്കിങ്ങുകളുണ്ട്, ഓരോ കളർ മാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ബാക്കിനാണെങ്കിൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, ഷോൾഡറിനാണെങ്കിൽ ബ്ലൂ കൊടുത്തിട്ടുണ്ട്, ചെസ്റ്റിനാണെങ്കിൽ റെഡ് കൊടുത്തിട്ടുണ്ട്, ട്രൈസെപ്സിനാണെങ്കിൽ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മാർക്കിങ്ങിൽ മാത്രം എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഹാൻഡിൽ കണക്ട് ചെയ്യുക, ഹാൻഡിൽ വെക്കുക. അതിനുശേഷം നോർമൽ പുഷപ്പ് എടുക്കുന്ന കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. പിന്നീട് ചെസ്റ്റിന്റെ കാര്യം വരികയാണെങ്കിൽ ചെസ്റ്റിന് വൈഡ് ഉണ്ട്, ക്ലോസ് ഉണ്ട്. അതുപോലെ ഷോൾഡറിന്റെ ഉണ്ട്, വൈഡും ഉണ്ട്, ക്ലോസും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ബാക്കിനൊഴിച്ച് ബാക്കിയെല്ലാം എന്താ ചെയ്യാം, അപ്പറായിട്ടുള്ള മസിൽ ഗ്രൂപ്പ്സിന് ഓക്കെയാണ് ഇത്. മെയിനായിട്ട് അപ്പർ ബോഡിക്ക് മാത്രം, അതിപ്പോൾ അറിയാമല്ലോ, അപ്പർ ബോഡിക്ക് മാത്രമാണ് നമുക്ക് യൂസ് ആവുക. അതിൽ തന്നെ ചെസ്റ്റിനും ഷോൾഡറിനും ട്രൈസിനും യൂസ് ആവുള്ളൂ. ബാക്കിന്റെ കാര്യത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രം ചെറിയൊരു ഇത് മാത്രമേ കിട്ടുള്ളൂ. പ്രോപ്പർ ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല,
ലാറ്റിസ് ഡോഴ്സി അതായത് ലാറ്റ്സ് എന്നുള്ള മസിൽസിന് കിട്ടത്തില്ല, ബാക്ക് മസിൽസിന് കിട്ടത്തില്ല. അടുത്ത സാധനം മെയിൻ പോയിന്റ് ഇതിന്റെ വാണിങ്ങുകളാണ്. ആർക്കൊക്കെ യൂസ് ചെയ്യണം, ആരൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യരുത്, അതാണ് അടുത്തത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഒരു ആദ്യമായിട്ടൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഇതിനെ പറ്റി, അതായത് വർക്കൗട്ട്സിനെ പറ്റിയൊന്നും പ്രത്യേകം ഒരു ധാരണയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ മസിൽസ് ഈ വർക്കൗട്ട് ചെയ്താൽ ഈ മസിൽസിന് കിട്ടും, അങ്ങനെ ഒരു ധാരണയില്ലാത്ത ഒരാൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇതിൽ വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഡയറക്ഷനിൽ കൂടിയേ നമ്മൾ ആദ്യം ഇതിനകത്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇഞ്ചുറി പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. ബിഗിനേഴ്സിന് അത്യാവശ്യം ഹോം വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, ബിഗിനേഴ്സിനുള്ള സാധനമാണ്. പക്ഷെ എങ്കിൽ പോലും ഡയറക്റ്റ് ആദ്യമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത്, അതായത് പുള്ളപ്പോ പുഷപ്പോ ഒന്നും എടുക്കാത്തവർ ഒരിക്കലും ഇതിൽ സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ ഒരാളുടെ ഡയറക്ഷൻ, അതായത് ഒരു ജിമ്മിലൊക്കെ പോകുന്ന ജിം മാസ്റ്റർ ആണെങ്കിലോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ചേട്ടന്മാരോ അവരുടെ ഡയറക്ഷനിൽ കൂടെ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാവൂ, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഷോൾഡറിനൊക്കെ നന്നായിട്ട് ഇഞ്ചുറി പറ്റും. അതുകൊണ്ട് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഡയറക്ഷനിൽ കൂടെ മാത്രമേ യൂസ് ചെയ്യാവൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാമപ്പ് ആണ്. നമ്മൾ ഈ പുഷപ്പ് ബോർഡിലായി പോലും അല്ലെങ്കിൽ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും അറിയാമല്ലോ, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം, ഏതൊരു വർക്കൗട്ടിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വാമപ്പ് ചെയ്യുക. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ പുഷപ്പ് ബോർഡൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പോലും നിസ്സാരമായിട്ട് കളയരുത്. ആദ്യം തന്നെ നന്നായിട്ട് വാമപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ചിങ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഇഞ്ചുറി പറ്റും. കൂടുതൽ ഷോൾഡറിനൊക്കെ ആയിരിക്കും ഇഞ്ചുറി പറ്റുക. അതുകൊണ്ട് വാമപ്പ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഇതിന് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു എന്താ പറയാ, റബ്ബർ ബുഷ് പോലെ ചെറിയ 1 2 3 4 5 6 ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിനെ ഒരു ബലത്തിലായിരിക്കും ഇതെന്ത് ചെയ്യാൻ, തറയിൽ ലോക്കായിട്ട് നിൽക്കുക. നല്ല ലോക്കിംഗ് ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ടാവും, ആ ഒരു രീതിയിലായിരിക്കും നിൽക്കുക. അപ്പൊ അതുകൊണ്ട് വെറ്റ് ഫ്ലോറുകൾ, നനഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. പിന്നീട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫോർവേഡ് പുഷ് കൊടുക്കരുത്. കാര്യം ഇത് തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവർ, അതായത് ഹോസ്റ്റലിൽ നിൽക്കുന്നവര് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും കാര്യം സമയം കിട്ടാത്തവര്, മുന്നേ ജിമ്മിൽ പോയിട്ടുണ്ട് ഇപ്പൊ ജിമ്മിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളവർ, അവർക്കൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൊണ്ടുപോകാം, ഈസി ടു ക്യാരി ആണ്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇത് ജസ്റ്റ് ഈ ഹാൻഡിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ബാഗിലോട്ട് കൊണ്ടുപോകാം. ഇതിന് വെയിറ്റും ഇല്ല. ആകെ വെയിറ്റ് വരുന്നത് ഹാൻഡിലിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഈ ബോഡിന് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗിനേഴ്സിന്, അതായത് വർക്കൗട്ട്സിനെ പറ്റിയൊന്നും പിടുത്തമില്ലാത്ത അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ബിഗിനേഴ്സിന് പറ്റിയൊരു സാധനമാണിത്. അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ പ്രശ്നങ്ങൾ, അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതൊരിക്കലും പ്രോഗ്രസീവ് ഓവർലോഡ്, അതായത് അങ്ങനെ അറിയാലോ, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അറിയാം, നമ്മളിപ്പോ ഇന്ന് 5 കിലോ എടുക്കുവാണെങ്കിൽ പതുക്കെ അത് കൂട്ടി കൊണ്ടുവന്നെങ്കിൽ മസിൽസ് ഡെവലപ്പ് ആവുള്ളൂ. അതറിയാം, അതിനെ പറ്റിയൊക്കെ ഞാൻ പറയുന്നില്ല. നമ്മുടെ ബോഡി വെയിറ്റ് ആണ് ഇവിടെ വെയിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് സംഭവം വരുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ഇത് ഒരിക്കലും ജിമ്മുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടെ വെയിറ്റ്സ് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എന്താ പറയുക, നമ്മൾ തറയിൽ വെക്കുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട്, അതായത് നമ്മൾ തറയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ നോക്കി ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിന്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളുണ്ട്. അഡ്വാൻസ്ഡ് എനിക്ക് ഒരു 700 ആ റേഞ്ച് വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് തറയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനകത്തൊരു ഹാൻഡിൽ ഉണ്ട്. അപ്പൊ അത് ഹാൻഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വാക്വം വന്നിട്ട് തറയിൽ ഹോൾഡ് ആയിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവം 700 രൂപയ്ക്ക് വരുന്നുണ്ട്. ഇതിനെ കുറച്ച് അഡ്വാൻസ്ഡ്. അപ്പൊ ഇതിന് ആ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ ഈ 2 പ്രശ്നം ഞാനത് കാണുന്നുള്ളൂ. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ഐറ്റം ആണിത്. ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. 250 രൂപയ്ക്ക് വർത്ത് എന്ന് വേണമെങ്കിൽ പറയാം, നല്ല ലാഭമാണ്. കാര്യം ഇത്ര ഞാൻ 6 മാസം യൂസ് ചെയ്യുന്നുണ്ട്, 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ യാതൊരു പ്രശ്നവും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുഷപ്പ് ബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് വാങ്ങിക്കാൻ നിൽക്കരുത്. കാര്യം എല്ലാ പുഷപ്പ് ബോർഡ് ഇതേ ക്വാളിറ്റി ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ഞാൻ വാങ്ങിച്ച ഈ പുഷപ്പ് ബോർഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലാഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാ മസിൽസിനും അത്യാവശ്യം നല്ലതാണ്. അപ്പൊ ഹോം വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ പുള്ളപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തന്നാൽ അപ്പർ ബോഡിക്കുള്ള ഏകദേശം നല്ലൊരു വർക്കൗട്ട് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ ഒരു പൈസയ്ക്കും
ഈ ഒരു എന്താ പറയാ ഹോം വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഏറ്റവും സൂപ്പർ ഐറ്റം തന്നെയാണ്.